നമസ്കാരം. പതിരും കതിരും. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പൂക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. വള്ളത്തോൾ മഹാത്മാവിനെപ്പറ്റി എഴുതിയ ഈ വരികൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇണങ്ങുന്നതാണ്. അവർക്ക് ലോകമാണ് തറവാട്. പൂക്കളും പൂവും പുഴുവും ഈച്ചയും അവരുടെ കുടുംബക്കാരാണ്. കാശ്മീരിൽ ഒരു കാറ്റടിച്ചാൽ അവരുടെ മുടിയിഴകൾ പാറും. കന്യാകുമാരിയിൽ തിരയടിച്ചാൽ ഒരു സാഗരഗാനം അവരുടെ കാതുകളിൽ മൂളും. ഹിമവാനിലെ ശൈത്യം അവരുടെ രോമകൂപങ്ങളെ ത്രസിപ്പിക്കും. ലോകത്തെവിടെയെങ്കിലും ഒരു തൊഴിലാളി കൂലി പോരെന്ന് തർക്കിച്ചാൽ അവരുടെ മുഷ്ടികൾ താനെ ഉയരും. ലോകത്തെവിടെയെങ്കിലും ഒരു ശിശുരോധനമുണ്ടായാൽ 1 കോടി ഈശ്വര വിലാപം അവരുടെ കാതുകളിൽ മുഴങ്ങുകയായി. ആമസോണിൽ പുകയുയർന്നാൽ അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് ശ്വാസം മുട്ടും. മറ്റാരുണ്ട് അന്യദുഃഖങ്ങളെ അപാര സമുദ്രമായി കണ്ട് ഹൃദയം നൊന്ത് കഴിയുന്നവർ? അതാണ് പിണറായി ബ്യൂറോ ഓഫ് കേരള. പ്രണയിക്കുന്നവരെ, വേദനിക്കുന്നവരെ, തൊഴിലാളികളെ, ഞങ്ങളുണ്ട് കൂടെ. പറയുമ്പോൾ തോന്നും പറയുവാന്ന്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ നോയിഡയിൽ 100 കണക്കിന് തൊഴിലാളികളാണ് സമരം ചെയ്തത്. അവരുടെ കണ്ണീര് കാണാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇവിടെ ഉണ്ടായോ? BJP-ക്കാരനുണ്ടായോ? ആ തൊഴിലാളികളുടെ ജീവിത പ്രശ്നം സ്വന്തം പ്രശ്നമായി കണ്ടവരെ സഹോദരങ്ങളെപ്പോലെ ചേർത്ത് നിർത്താൻ ഏതാവനുണ്ട് ഇവിടെ? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഞങ്ങളുണ്ട്. ഞങ്ങളുടെ നെഞ്ചിലെ വിപ്ലവത്തിൻ്റെ കനലുകൾ കെടാത്ത കാലത്തോളം തൊഴിലാളികളെ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സഖാവ് ബേബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടാസും റഹീമും ശിവദാസനും അനുഭവിച്ച ആ ത്യാഗങ്ങൾ നിറകണ്ണുകളോടെ മാത്രമേ നമുക്ക് കണ്ടിരിക്കാൻ കഴിയൂ. നിലത്ത് കിടന്നുരുണ്ടും തലയറിഞ്ഞ് തർക്കിച്ചും അവർ പോലീസിനോട് ഏറ്റുമുട്ടി. തൊഴിലാളികളെ സന്ദർശിക്കാനായി UP-യിലെ നോയിഡയിലേക്ക് പദയാത്രാ സംഘമായി നടന്നു നീങ്ങിയ നമ്മുടെ ആ നേതാക്കളെയാണ് പോലീസ് അവിടെ മൃഗീയമായി തടഞ്ഞു വെച്ചത്. ജില്ലാ ക്യാമ്പ് ഓഫീസിന് മുമ്പിൽ അവർ കുത്തിയിരുന്നു. ബ്രിട്ടാസ് കൂടെയുള്ളത് കൊണ്ട് മാത്രം പോലീസുകാർക്ക് ഭാഷ മനസ്സിലായി. ഖേൻ യു എന്ന് പറഞ്ഞ് റഹീം വായ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ആരും തടഞ്ഞില്ല. പക്ഷേ സ്വയം റഹീം വായടച്ചു. ബേബിയുടെ തുകൽ സഞ്ചി അപ്പോഴും നിലത്ത് കിടക്കുകയായിരുന്നു. ജനാധിപത്യപരമായ ചർച്ചകൾക്ക് ജില്ലാ ഭരണകൂടം വഴങ്ങുന്നില്ല എന്നാണ് ഈ നേതാക്കളുടെ പരാതി. നീതി ലഭിക്കും വരെ തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ് റോഡിൽ കുത്തിയിരുന്ന നേതാക്കളുടെ പളപളപ്പ് ഒന്ന് കാണണമായിരുന്നു. കസവുമുണ്ടും വെള്ള ജുബയും അണിഞ്ഞ് ബ്രിട്ടാസ് ചമ്രം പടിഞ്ഞിരുന്നു. വെള്ളയും ഇട്ട ബേബി സാർ കാല് നീട്ടിയിരുന്നു. ജുബയിൽ മണ്ണ് പറ്റാതെ ഇരിക്കാൻ പുറകോട്ട് നീട്ടിയിട്ടു. റഹീം പച്ച ഷർട്ടിട്ട് ചമ്രം പടിഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരുന്നു. ഇവർ വെറുമൊരു ഷോയ്ക്ക് പോയതാണെന്ന് വേഷം കണ്ടാൽ അറിയാം. വേഷത്തെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നാണല്ലോ. എന്നാലും ഒരു സമരമുഖത്ത് 17-17 മന്മൽ മുണ്ടും ജുബയും ധരിച്ച് ആരെങ്കിലും ചെന്നിരിക്കുമോ? ഒരർത്ഥത്തിൽ റഹീം ഒരു വലിയ പാഠം പഠിച്ചു. ആവശ്യമില്ലാതെ വായ തുറക്കുകയോ ഇംഗ്ലീഷ് പറയുകയോ ചെയ്യില്ല ഇനി മുതൽ. എനിക്ക് കുന്തത്തിൽ കയറി ഏറിൽ പോകാൻ വയ്യ. റഹീം വായ തുറന്നെങ്കിൽ കേരളം നാറിപ്പോയേനെ. ഗാന്ധി മാർഗത്തിലുള്ള വായ തുറക്കാത്ത കുത്തിയിരിപ്പ് സമരങ്ങളാണ് റഹീമിന് പറ്റിയ പണി. പരിഹാരം കണ്ടേ പോകൂ, തൊഴിലാളികൾക്ക് കൂലി കൂട്ടിയേ പോകൂ എന്നൊക്കെ പറഞ്ഞ് വെറും നിലത്തിരുന്ന സഖാക്കൾ വെയിൽ മൂത്തപ്പോൾ ചന്തിയിലെ പൊടിയും തട്ടി ഡൽഹിക്ക് വിട്ടുപോലും. അതെന്നാ സമരമായിരുന്നുവാ? ഒന്നാലോചിച്ചു നോക്കൂ സുഹൃത്തെ. ഇവറ്റകളുടെ തൊഴിലാളി സ്നേഹം അപാരമല്ലേ? UP-യിലെ തൊഴിലാളികൾ കൂലി വർധനയ്ക്കായി സമരം നടത്തിയപ്പോൾ ദേ പോയിരിക്കണു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ. പെറ്റ തള്ളയ്ക്ക് അരിയിടിക്കാത്തവൻ അയലത്തെ തള്ളയ്ക്ക് കൊപ്രായി ഇടിക്കുമെന്ന് പറയും പോലെയാണിത്. ഇവിടെ കൂലി വർധനവ് ആവശ്യപ്പെട്ട് എന്തൊക്കെ സമരമാണ് നടന്നത്. അതൊന്നും ഇവർ കാണാതെ പോയല്ലോ. പറഞ്ഞു വെറുതെ എന്തിനാണ് ആവർത്തന വിരസത ഉണ്ടാക്കുന്നത്? ശമ്പളം കിട്ടാതെയും കുടിശ്ശിക കിട്ടാതെയും ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോഴും ഇവിടെ തൊഴിൽ സമരങ്ങൾ നടക്കുന്നത്? ദയവ് ചെയ്ത് ദേശീയ നേതാക്കളായ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ലോകമാകെ കറങ്ങി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണം. നമ്മളല്ലാതെ മറ്റാരാണുള്ളത് സഹാക്കളെ ലോക തൊഴിലാളികൾക്കായി? നോയിഡയിലെ തൊഴിലാളികൾക്ക് വേണ്ടി റോഡിൽ കുത്തിയിരുന്ന ഈ ദേശീയ ബേബി ഒരിക്കൽ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ചാണ് ആശമാരുടെ സമരത്തെ കാണാതെ പോകരുതെന്ന് നമ്മുടെ നടൻ പ്രേംകുമാർ പറഞ്ഞത്. അതിൻ്റെ ഫലമാണ് ആ മനുഷ്യനെ പിടിച്ച് പുറത്താക്കിയത്. ജനങ്ങളെല്ലാം പിണ്ണാക്കുതീനികളും തീരെ വിവരമില്ലാത്തവന്മാരും ആണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് CPM-ന്. 255 ദിവസമായി ആശാസമരക്കാർ മഴയും വെയിലും കൊണ്ട്
സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തി. അവർ മുട്ടുകുത്തി നടന്നു, മുടി മുണ്ടനം ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും ഈ ബേബി സാറ് ആ ചുമല സഞ്ചിയും തൂക്കി ഒന്ന് പോയോ അവരുടെ അടുത്ത്. കേന്ദ്രം ഞൊട്ടണമെന്നാണ് സർക്കാരും പാർട്ടിയും അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ നോയിഡയിൽ ചെല്ലുമ്പോൾ അവരും പറയും കേന്ദ്രം ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന്. അന്തങ്ങൾ ഇപ്പോൾ എന്തു ചെയ്താലും അത് ഫലിതമായി മാറുകയാണ്. മധ്യപ്രദേശിലെ പോലീസ് പോക്സോ കേസിൽ റഹീമിനെ നോക്കി നടക്കുകയാണെന്ന് ഓർമ്മ വേണം ബേബി സാറിന്. ഈ മനുഷ്യനെയും കൊണ്ട് സംസ്ഥാനമൊട്ടാകെ ചുറ്റുന്നത് നല്ലതിനല്ല. റഹീമിനെ പിടിച്ചു വച്ചിട്ട് ആ ഗോവിന്ദനെയും ശിവൻകുട്ടിയെയും കൊണ്ടുതാ എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസ് എന്ത് ചെയ്യും, ബേബി എന്ത് ചെയ്യും? പിണറായി വിജയൻ്റെ മുഴുപ്പ് പറഞ്ഞാൽ വല്ല കാര്യവും അവിടെ നടക്കുമോ? ഈ പിണറായിയെ കൊണ്ട് എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം സമരം ചെയ്യുന്ന പാവങ്ങൾക്കായി നേടിയെടുക്കാൻ കഴിയാതെ 3 നേതാക്കൾ പോയിരിക്കുകയാണ് റോഡിൽ കിടന്നുരുണ്ട് UP സർക്കാരിനെ വിരട്ടാൻ. നിലത്തു കുത്തിയിരുന്നുള്ള നിങ്ങളുടെ സമരം കണ്ട് കേരളത്തിലെ അന്തംകമ്മികൾ കരയുകയാണ്. അവർക്ക് നമ്മളേ ഉള്ളു സഖാവേ.